അപ്പോൾ എൻ്റെയും പാസ്റ്റ് പ്രസൻറ്റ് ഫ്യൂച്ചറൊക്കെ എനിക്ക് അറിയാനുള്ള ഒരു ആഗ്രഹമുണ്ട്. അതുമാത്രമല്ല, എനിക്ക് എൻ്റെ വായിക്കാൻ പറ്റുവാണെങ്കിൽ പിന്നെ എൻ്റെ മക്കളുടെ വായിക്കാം, മറ്റവരുടെ വായിക്കാം, പേഷ്യൻസിൻ്റെ വായിക്കാം, എല്ലാം ചെയ്യാം. അപ്പോൾ അതൊക്കെ ഒരു ഇൻട്രസ്റ്റാണ്. സത്യസന്ധമായിട്ട് നമുക്ക് അവരുടെ അതിൽ ഈ ആകാശിക് റെക്കോർഡിൽ ഇനിയാണ് ഞാൻ അത് പറയാൻ പോകുന്നത്. ആകാശിക് റെക്കോർഡ് വായിക്കുമ്പം പല 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 ജന്മങ്ങളായിട്ട് നമ്മൾ എന്തൊക്കെ ചെയ്തു, എന്തൊക്കെ തെറ്റുകൾ ചെയ്തു, ആരാരെയൊക്കെ ഉപദ്രവിച്ചു, അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാകും. ഇന്ന് നമ്മൾ എന്തുകൊണ്ട് ഇങ്ങനെ കഷ്ടപ്പെടുന്നു, അല്ലെങ്കിൽ എന്തുകൊണ്ട് ഒരുത്തൻ സുഖിച്ചിരിക്കുന്നു എന്നുള്ളത് അവൻ്റെ ആകാശിക് റെക്കോർഡിൽ നോക്കിയാൽ മനസ്സിലാകും. ഇപ്പം നമ്മുടെ ജീവിതം എല്ലാം സുഖമോഹമായിട്ട് നടക്കുന്നു, ഒരു കുഴപ്പമില്ല, സന്തോഷമായിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ഈ ആകാശിക് റെക്കോർഡിനെ കുറിച്ചൊന്നും ആരും വകവയ്ക്കത്തില്ല. ആർക്ക് ആ ആകാശിക് റെക്കോർഡ് വായിക്കണം എന്നുള്ള ആവശ്യം വരുന്നേ? കഷ്ടപ്പെടുന്നവർക്ക്. അതായത് റിപ്പീറ്റഡ് പാറ്റേൺ എന്ന് വെച്ചാൽ എന്തുവാ? ഫോർ എക്സാമ്പിൾ, അസുഖം എടുത്തോണം. അസുഖം മാറി 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 ഒരാളിന് വരുന്നു. അല്ലെങ്കിൽ ഒരു വീട്ടിൽ 4 പേരുണ്ടെങ്കിൽ 4 പേർക്കും അസുഖം മാറി 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 വരുന്നു. അപ്പം ഇതൊക്കെ ഇങ്ങനെ നമ്മൾ കഷ്ടപ്പെടുമ്പം, അതുമാത്രമല്ല കല്യാണ പ്രായമായ പെൺപിള്ളേരും ആൺപിള്ളേരും വീട്ടിൽ നിൽക്കുന്നു, കല്യാണമേ ആവുന്നില്ല. എങ്ങനെയെങ്കിലും കഷ്ടപ്പെട്ട് കല്യാണം നടത്തി വെച്ചാൽ കൊച്ചുങ്ങളില്ല,